ജയ്പൂർ പോയാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നെഹർഗഡ് ഫോർട്ടിലെ സൺസെറ്റ്. ടോട്ടൽ ജയ്പൂർ സിറ്റിയുടെ വ്യൂ കൊണ്ട് സൺസെറ്റ് കാണുന്നത് അടിപൊളിയായിരുന്നു. നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം ജയ്പൂർ കണ്ടു തീർക്കാം. ജയ്പൂർ എത്തിയ ആദ്യ ദിവസം തന്നെ നമുക്ക് ഹവാമഹലിലോട്ട് പോകാം. കാരണം സിറ്റിയുടെ മെയിൻ അട്രാക്ഷനാണ് ഹവാമഹൽ. പുറമേ നിന്നും കാണുന്ന ഭംഗി കൂടാതെ പാലസിന്റെ ഉള്ളിൽ കയറി നമുക്ക് കാണാം. ഹവാമഹലിൽ നിന്ന് ഏകദേശം നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ സിറ്റി പാലസിലോട്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ജനതാ മന്ദിരം വരുന്നത്. പിന്നെ പാലസിന്റെ പ്രൗഢി പോലെ തന്നെ അവിടുത്തെ ടിക്കറ്റ് പ്രൈസിനും പ്രൗഢി ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന പാവകളെ പറത്തിവിടാനുള്ള കഷ്ടപ്പാടായി കാണുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് നോർത്ത് ഇന്ത്യൻ ഫുഡും മസാല ദോശയും ചായയും എല്ലാം അടിപൊളിയാണ്. ഹവാമഹലിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ നെഹർഗഡ് ഫോർട്ടിലെ സൺസെറ്റ് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെഹർഗഡ് ഫോർട്ടിൽ നിന്ന് തിരിച്ചു വരാൻ ഓട്ടോ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഓട്ടോക്കാരെ തിരിച്ചു വരാനും സെറ്റാക്കുന്നത് നല്ലതായിരിക്കും. ഫോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ജൽമഹലും വരുന്നത്. അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ ബെസ്റ്റാണ്. ശേഷം നെഹർഗഡ് ഫോർട്ടിലേക്ക് പോയി അവിടെ രാത്രി ആവുന്നവരെ സ്പെൻഡ് ചെയ്യാം. പരമാവധി പേരും സൺസെറ്റ് കഴിയുമ്പോൾ തന്നെ പോകും. പക്ഷേ സൺസെറ്റ് കഴിഞ്ഞ് ആ സിറ്റിയുടെ ലൈറ്റ് തെളിയുന്നത് കാണാനും ഒരു ഭംഗി. വീണ്ടും പറയുന്നു, തിരിച്ചു പോകാനുള്ള ഓട്ടോ നേരത്തെ സെറ്റാക്കുക. കാരണം അവിടെ ഊബർ ബുക്ക് ചെയ്യാനുള്ള റേഞ്ച് പോലും കിട്ടത്തില്ല. പിന്നെ രാത്രിയും ഹവാമഹൽ കാണാൻ നല്ല ഭംഗിയാട്ടോ ലൈറ്റിന്റെ വെളിച്ചത്തിൽ. വെജ് കഴിച്ചും അടുത്തെങ്കിൽ പിങ്ക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ചിലപ്പോൾ വൃത്തിയുടെ കേസിൽ മാത്രം കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് 2 ഫോർട്ട് മാത്രം, ആംബർ ഫോർട്ടും ജയ്ഗർ ഫോർട്ട്. അതെന്താ അതുമാത്രം കണ്ട് ഒതുക്കിയത് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. രാവിലെ ആംബർ ഫോർട്ട് പോയിട്ട് അവിടെ ഫോർട്ടിന്റെ മേലേക്ക് കയറാൻ ആനകളെ കണ്ടു. കൗതുകത്തോടു കൂടി നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ ആനയ്ക്ക് 2500. അപ്പം നമ്മൾ നടന്നു കയറി. ചരിത്രപരമായിട്ട് ഒരുപാട് കഥകളുണ്ട്. അതൊന്നും എനിക്കറിയില്ല. വേണ്ടവർക്ക് ഗൈഡ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് എക്സിറ്റിന്റെ അവിടേക്ക് വന്നപ്പോഴാണ് ഒരു ടണൽ ശ്രദ്ധയിൽപ്പെട്ടത്. ചോദിച്ചു നോക്കിയപ്പോൾ അതിലൂടെ പോയാൽ ജയ്ഗർ ഫോർട്ട് എത്തുന്നാ പറഞ്ഞത്. എന്നാൽ പിന്നെ അതിലൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം റോഡ് വഴി പോകണമെങ്കിൽ ഇനിയും 7-8 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതിലൂടെ പോയാൽ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചെറിയ കയറ്റമുള്ള വഴിയായതുകൊണ്ട് ആരും ക്ഷീണിച്ചൊന്നുമില്ല തീരെ. നടന്നും എടുത്ത് ഓടിയാൽ പെട്ടെന്ന് എത്തുന്നുള്ള ഓട്ടോ ഇത്. അങ്ങനെ ജയ്ഗർ ഫോർട്ടിൽ നിന്നുള്ള വ്യൂവും ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി വണ്ടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ച്. എല്ലാവരും പിന്നെ ടയേർഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നേരെ ഉദയ്പൂരിലോട്ടാണ് പോയത്. അപ്പോൾ ഉദയ്പൂരിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ആക്കുക. അപ്പോൾ ഓക്കെ, ബൈ.